വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട് ഉൾവനത്തിനുള്ളിൽ കഴിയുന്ന നിലമ്പൂരിലെ 300ഓളം ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാതെ 7 വർഷമായി ഇടത് സർക്കാർ വഞ്ചിക്കുകയാണെന്ന് ആരടൻ ഷൌക്കത്ത് MLA. നിലമ്പൂർ നഗരസഭ LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. വിൽപ്പനയ്ക്കായി ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ പിടിയിൽ. നിലമ്പൂർ പുള്ളിപ്പാടം സ്വദേശി ശ്രീധരനാണ് പിടിയിലായത്. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. തമിഴ്നാട്ടിൽ കനത്ത മഴയെ തുടർന്ന് പച്ചക്കറി വരവ് കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരസ്യ പ്രചാരണങ്ങളിൽ ശബ്ദ നിയന്ത്രണം കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ A. ഷാജഹാൻ. വാർത്തകൾ വിശദമായി. പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട ഉൾവനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കൂരകളിൽ കഴിയുന്ന നിലമ്പൂരിലെ 300ഓളം ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാതെ 7 വർഷമായി ഇടത് സർക്കാർ വഞ്ചിക്കുകയാണെന്ന് ആരടൻ ഷൌക്കത്ത് MLA. UDF സ്ഥാനാർത്ഥികൾക്കുള്ള വോട്ട് തേടിയുള്ള കരുളായി പഞ്ചായത്ത് പര്യടനത്തിൽ ഉൾവനത്തിലെ മുണ്ടക്കടവ് നഗറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പൊ നിങ്ങൾ ഏത് സമരം ചെയ്താലും ഒരു ട്രഞ്ച് കയറി തരൂല. നമ്മുടെ ഭരണകാലമായിരുന്നു ഒന്ന്, നമ്മൾ ഭരിച്ച കാലമായിരുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തരാൻ നമ്മുടെ കയ്യിൽ അധികാരം ഉണ്ടായിരുന്നു. ഇപ്പത്തെ പ്രധാന പ്രശ്നം എന്താ? അധികാരം നമ്മുടെ കയ്യിലല്ല, ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു മാറ്റത്തിന് നിങ്ങൾ വോട്ട് ചെയ്യണം. ഈ പറഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിനെ താഴെ ഇറക്കണം, അതാണ് വേണ്ടത്. അതിന് നിങ്ങൾ വോട്ട് ചെയ്യണം. ഞാനിപ്പോ 4 മാസമായിട്ട് ഞാൻ MLA ആയി. നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. കുറെ ആളുകളൊക്കെ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാനായി. ഇനി നമുക്ക് ഒരുമിച്ച് പോയാൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു കൊണ്ടുപോയി നിങ്ങളെ എന്തെങ്കിലുമൊക്കെ തലച്ചോറിലേക്ക് കയറ്റി തന്ന് നിങ്ങളെ മരത്തുമ്മ കയറ്റി, അല്ല അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോണില്ല എന്നുള്ളത് ആലോചിക്കുക. അതാ എനിക്ക് പറയാനുണ്ട്. അല്ലാതെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ച്, ഇവിടെ വർഗീയത പ്രചരിപ്പിച്ച് അതിലൊന്നും നിൽക്കരുത്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന് വീമ്പിളക്കുമ്പോഴാണ് 2018-ലും 2019-ലും ഉണ്ടായ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നിലമ്പൂരിലെ ആദിവാസി സമൂഹം വനത്തിനുള്ളിൽ വീടും കുടിവെള്ളവും അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ നരകിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അനീഷ് കരുളായി അധ്യക്ഷത വഹിച്ചു. ദേവൻ ചാലിയാർ, നാസർ കക്കോടൻ, KT സൈദലവി, M. കബീർ, ജില്ലാ പഞ്ചായത്ത് മൂത്തേടം ഡിവിഷൻ സ്ഥാനാർത്ഥി റേഹാനത്ത് കുറുമാടൻ, കാളികാവ് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി T. സുരേഷ്, പഞ്ചായത്ത് 5-ാം വാർഡ് സ്ഥാനാർത്ഥി രഹ്ന നെച്ചിക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. നിലമ്പൂർ നഗരസഭ LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ നഗരസഭ LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. CPI നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി M. മുജീബ് റഹ്മാൻ അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B. മുഹമ്മദ് റസാഖ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ E. പത്മാക്ഷൻ, K. മോഹനൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P. M. ബഷീർ, NCPS മണ്ഡലം പ്രസിഡന്റ് പരന്തൻ നൌഷാദ്, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് M. A. വിറ്റാജ്, കേരള കോൺഗ്രസ് മാണി ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കനത്തോപ്പിൽ, പറാട്ടി കുഞ്ഞാൻ, നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, K. റഹീം, അരുമ ജയകൃഷ്ണൻ, T. ഹരിദാസൻ, ബാബുമോൻ ജോസഫ്, VC ശ്രീധരൻ എന്നിവർ സംസാരിച്ചു.
വിൽപ്പനയ്ക്കായി ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ പിടിയിൽ. നിലമ്പൂർ പുള്ളിപ്പാടം സ്വദേശി ശ്രീധരനാണ് പിടിയിലായത്. നിലമ്പൂർ കോടതിപ്പടിയിൽ വെച്ചാണ് നിയമാനുസരണം കൈവശം വയ്ക്കാവുന്നതിലും കൂടുതൽ അളവ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പ്രതി പിടിയിലാവുന്നത്. 6 ലിറ്റർ മദ്യം കടത്താൻ ഉപയോഗിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മുസ്തഫ ചോലയിലും സംഘവുമാണ് പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. തമിഴ്നാട്ടിൽ കനത്ത മഴയെ തുടർന്ന് പച്ചക്കറി വരവ് കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണം. മുരിങ്ങയ്ക്കായ്ക്ക് മൊത്ത വിപണിയിൽ 250 രൂപയായി. പയറിനും ബീൻസിനും കിലോയ്ക്ക് 80-നടുത്താണ് വില. സാധാരണക്കാർ കൂടുതൽ ആശ്രയിക്കുന്ന ചില്ലറ വിപണിയിൽ എത്തുമ്പോൾ വില ഇനിയും ഉയരും. തമിഴ്നാട്ടിൽ മഴ കാരണം പച്ചക്കറി വരവ് കുറവായതാണ് വില കുതിക്കുവാൻ കാരണം. അതേസമയം ന്യൂനമർദ്ദത്തെ തുടർന്ന് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഡിസംബർ 9 വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ന്യൂനമർദ്ദം ഒരേ സ്ഥലത്ത് തന്നെ തുടരുകയാണ്. ഇതുകൊണ്ടാണ് മഴ തുടരുന്നതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഇപ്പോൾ തുടരുന്ന ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുവാനും സാധ്യത. ചെന്നൈ, ചെങ്കൽപ്പെട്ട്, കഞ്ചിപുരം, കൃഷ്ണഗിരി, ധർമ്മപുരി, തൂത്തുക്കുടി, രാമനാഥപുരം, തിരുനെൽവേലി, കന്യാകുമാരി തുടങ്ങിയ ജില്ലകളിലും വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പുതുച്ചേരിയിലും മഴ മുന്നറിയിപ്പുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരസ്യ പ്രചാരണങ്ങളിൽ ശബ്ദ നിയന്ത്രണം കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നിർദ്ദേശിച്ചു. പ്രചാരണ വാഹനങ്ങളിൽ അനുവദനീയമായ ശബ്ദത്തിന് മുകളിലുള്ള മൈക്ക് അനൗൺസ്മെന്റുകൾ, ലൗഡ് സ്പീക്കറിലൂടെയുള്ള പ്രചാരണ ഗാനങ്ങൾ എന്നിവ കേൾപ്പിക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെയും ശബ്ദ മലിനീകരണ നിയന്ത്രണ നിയമങ്ങളുടെയും ലംഘനമാണ്. പൊതുനിരത്തുകളിലും ജംഗ്ഷനുകളിലും ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യുന്ന രീതിയിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുവാൻ പാടില്ല. അനുവദനീയമായ സമയപരിധിക്ക് മുൻപോ ശേഷമോ ഉള്ള അനൗൺസ്മെന്റുകൾ എന്നിവയും വിലക്കിയിട്ടുണ്ട്. ആശുപത്രി, വിദ്യാലയ പരിസരങ്ങളിൽ ഉൾപ്പെടെ നിശബ്ദ സോണുകളായി പ്രഖ്യാപിച്ചിട്ടുള്ള മേഖലകളിൽ ശബ്ദപ്രചാരണം പൂർണ്ണമായും ഒഴിവാക്കണം. പടക്കം, വെടിക്കെട്ട് മുതലായവ നിയമാനുസൃതമായി മാത്രമേ പ്രചാരണത്തിന് ഉപയോഗിക്കുവാൻ പാടുള്ളൂ. സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുമ്പോൾ ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിൽ വെടിക്കെട്ട് നടത്തുന്നതിന് ജില്ലാ മജിസ്ട്രേറ്റിൽ നിന്നും ലൈസൻസ് അത്യാവശ്യമാണ്. പ്രചാരണ പ്രവർത്തനങ്ങളിൽ ശബ്ദമലിനീകരണം, പരിസര മലിനീകരണം എന്നിവയുടെ നിരീക്ഷണം ഊർജിതമാക്കുവാനും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുവാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടർമാർക്കും നിരീക്ഷകർക്കും നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് മണ്ണെണ്ണയ്ക്ക് വിലക്കയറ്റം. ലിറ്ററിന് 74 രൂപയായി ഉയർന്നു. 6 മാസം കൊണ്ട് മണ്ണെണ്ണയ്ക്ക് ലിറ്ററിന് 13 രൂപയാണ് കൂടിയത്. ജൂണിൽ ലിറ്ററിന് 61 രൂപയായിരുന്നു. ഇതാണ് ഡിസംബർ മാസമാകുമ്പോഴേക്കും 74 രൂപയായി ഉയർന്നത്. മണ്ണെണ്ണയുടെ വില ഉയർന്നതോടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. റേഷൻ കടകളിൽ പോലും മണ്ണെണ്ണ കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. വൈദ്യുതീകരിക്കാത്ത വീടുകളെയും മുൻഗണന കാർഡ് ഉടമകളെയുമാണ് മണ്ണെണ്ണയുടെ വില വർധന പ്രതികൂലമായി ബാധിക്കുക. ക്രൂഡ് ഓയിലിന്റെ വില വർധനവാണ് മണ്ണെണ്ണയുടെ വില വർദ്ധിക്കുവാൻ കാരണമായത്. നിലമ്പൂർ നഗരസഭയിലെ ആശുപത്രിക്കുന്ന്, കോവിലകത്തുമുറി ഡിവിഷനുകളിലെ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ നിർവഹിച്ചു. വളരെയേറെ അനുകൂലമായി വന്നിരിക്കുകയാണ്. രാഷ്ട്രീയമായി ഇങ്ങനെ അനുകൂലമായ സാഹചര്യം ഉണ്ടാവും. ഒരു തെരഞ്ഞെടുപ്പിലും ഇത്രയേറെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ബൈ ഇലക്ഷൻ്റെ അനുഭവം ഏറ്റവും അവസാനം നമ്മളെത്തുന്നു. വളരെ ആവേശകരമായിരുന്നെങ്കിലും രാഷ്ട്രീയ സാഹചര്യം ഇത്ര അനുകൂലമായിരുന്നു എന്ന് പറയാൻ കഴിയും. ഒന്ന്, നമ്മുടെ മുഖ്യ എതിരാളി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ലോക്കൽ സെക്രട്ടറി വി ശ്രീധരൻ, LDF സ്ഥാനാർത്ഥികളായ പടവെട്ടി ബാലകൃഷ്ണൻ, അരുമ ജയകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.